ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ PSC പരീക്ഷകൾക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും പലതവണ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്നൊരു 25 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഡിസ്കഷൻ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഓക്കെ, അതായത് പ്രീവിയസ് PSC പരീക്ഷകൾക്ക് നമ്മുടെ JCI കേരള ബാങ്കിന്റെ സിലബസിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, നമ്മളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സുകൾ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച് as to the year of happening in the international cooperative world. എന്താണ് ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച് as to the year. ഏതാണ്? വർഷവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അന്തർദേശീയ സഹകരണ ലോകത്തുണ്ടായ ചില കാര്യങ്ങളുടെ ഇയറുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഇയറുകൾ കറക്റ്റ് മാച്ചിങ് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച് ആസ് ടു ദ ഇയർ ഓഫ് ഹാപ്പനിങ് ഈവന്റ് ഇൻ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് വേൾഡ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 124/2016 ക്വസ്റ്റ്യൻ കോഡാണിത്. അപ്പൊ അതും പ്രകാരം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 2012 എന്താണ് ഓപ്ഷൻ? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ. ഇത് കറക്റ്റ് ആണോ ഈ സ്റ്റേറ്റ്മെന്റ്? 2012 ഏത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? യുണൈറ്റഡ് നേഷൻസ് അന്തർദേശീയ സഹകരണ വർഷമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത ഫസ്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഇയർ ഏത് വർഷമാണ്? 2012. അപ്പൊ ഈ ഒരു ഇയർ കറക്റ്റ് ആണ്. 2012 എന്താണ്? ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ. ഞാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞത്? ദെൻ ഇപ്പോൾ പുതിയതായിട്ട് ICA മറ്റൊരു ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് സെക്കൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ ആണ്. അത് 2025 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. യുണൈറ്റഡ് നേഷൻസ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ ആയിട്ട് ചൂസ് ചെയ്ത വർഷം ഏതാണ്? 2012 ആണ്. ഓക്കെ, രണ്ടാമത്തെ വർഷം നോക്കിക്കേ, 1960 ഏഷ്യ പസഫിക് റീജിയണൽ ഓഫീസ് ഓഫ് ICA ഇൻ ന്യൂഡൽഹി. എന്താണ്? ഏഷ്യ പസഫിക് റീജിയണൽ ഓഫീസ് ഓഫ് ICA ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് നമ്മുടെ ഏഷ്യ പസഫിക് എന്ന് ഇപ്പോഴാണ് അറിയപ്പെടുന്നത്. മുമ്പ് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് എന്ന് അറിയപ്പെടും, റോപ്പ്, ICA റോപ്പ്. അത് ഇനാഗുറേറ്റ് ചെയ്ത വർഷമാണ് 1960. 1960 എവിടെയാണ്? അറ്റ് ന്യൂഡൽഹിയാണ്. അപ്പൊ ആ വർഷവും കറക്റ്റ് ആണ്. ഏഷ്യ പസഫിക് റീജിയണൽ ഓഫീസ് ഓഫ് ICA എവിടെയാണ്? ഡൽഹിയിലാണ്, ന്യൂഡൽഹിയിലാണ്. വർഷം ഏതാണ്? 1960. ആദ്യം റോപ്പ് ആയിരുന്നു, റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് എന്നായിരുന്നു. ഇപ്പോൾ ICA AP ആണ്. എന്താണ്? ഏഷ്യ പസഫിക് എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് റോപ്പ് ആയിരുന്നു. അത് ഏത് വർഷമാണ്? 1960. ഇനാഗുറേറ്റഡ് ബൈ ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് അത് ഇനാഗുറേഷൻ നടത്തിയത്. അപ്പൊ ആ ഒരു വർഷം കറക്റ്റ് ആണ്, 1960. അത് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത വർഷം 1951 ആണ്. എന്താണ് 51ന്റെ പ്രത്യേകത? ICA എസ്റ്റാബ്ലിഷസ് അഗ്രികൾച്ചറൽ കമ്മിറ്റി ആസ് ടു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. അതും ഏത് വർഷമാണ്? അഗ്രികൾച്ചറൽ കമ്മിറ്റി ഏത് വർഷമാണ്? 1951 ആണ്. 1951 ICA അഗ്രികൾച്ചറൽ കമ്മിറ്റി. ഓക്കെ, അതും കറക്റ്റ് വർഷമാണ്. ദെൻ അടുത്തത് 2002 ആണ്. ICA അഡോപ്റ്റ് ILO റെക്കമെൻഡേഷൻസ് ഓൺ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റെക്കമെൻഡേഷൻസ് ആരംഗീകരിച്ചു? ഏതുമായിട്ട് ബന്ധപ്പെട്ട്? പ്രൊമോഷൻ ഓൺ കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് ICA അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ്? 2002 ആണ്. 2002 ILO റെക്കമെൻഡേഷൻ. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ് ഇയർ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇയർ വൈസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 2012 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ. 1960 ഏഷ്യ പസഫിക് റീജിയണൽ ഓഫീസ് ആണ്, അത് കറക്റ്റ് ആണ്. 51 ICA എസ്റ്റാബ്ലിഷസ് അഗ്രികൾച്ചറൽ കമ്മിറ്റി. ഓക്കെ,
2002 ICA adopts ILO recommendation. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഈ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇത് കറക്റ്റ് മാച്ച് ഏതാണെന്നുള്ളതാണ്. അപ്പൊ എന്താണ്? ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. കാര്യം എല്ലാ വർഷവും കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. അപ്പൊ ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 2012 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ, 1960 ICA ഏഷ്യ പസഫിക് ഓഫീസ് അറ്റ് ന്യൂഡൽഹി, 51 ICAയുടെ അഗ്രികൾച്ചറൽ കമ്മിറ്റി, ദെൻ ICA അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നറിയപ്പെടും. അടുത്ത 2002 ILO റെക്കമെൻഡേഷൻ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ വർഷങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ വർഷങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ICAയുടെ നാഴികക്കല്ലുകൾ ഇമ്പോർട്ടന്റ് ആണ്. ICAയുടെ മൈൽ സ്റ്റോൺ ഇയർ വൈസ് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് അറേഞ്ച് ദ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ ICAയുടെ ഈ മൈൽ സ്റ്റോൺ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതണമെങ്കിൽ നമ്മൾ ആ ഇയർ വൈസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഓരോന്ന് ജസ്റ്റ് നോക്കിക്കേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ്, അത് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്യുന്നത് 1934-37 വർഷം. 2 ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, അത് വർഷം 1896 ആണ്. അടുത്തത് ICA മൂവ്സ് ടു ജനീവ, ലണ്ടനിൽ ജനീവ ഏത് വർഷമാണ്? 1982, 1982 ആണ്. അടുത്തത് UN ഗ്രാൻസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ടു ICA, അത് ഏത് വർഷമാണ്? 1946 ആണ്. അപ്പൊ ഈ വർഷങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. എന്താണ് പറഞ്ഞത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 2 പ്രാവശ്യം കൊണ്ട് റിവ്യൂ, നമ്മൾ അത് ഓർത്തു വെച്ചേക്കണം. ഇത് 34-37 ആണ്. 2 ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, അത് 1896 ICA മൂവ്സ് ടു ജനീവ ഏത് വർഷമാണ്? 1982 ആണ്. ദെൻ UN ഗ്രാൻസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ടു ICA, അത് ഏത് വർഷമാണ്? 1946 ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ ആദ്യം, അതായത് ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിക്കേ, ആദ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരേണ്ടത്, 1896. രണ്ടാമത് ഓപ്ഷൻ എ ആണ് വരേണ്ടത്, 34-37. മൂന്നാമത്തെ ഓപ്ഷൻ വരേണ്ടത് 1946 ഡി ആണ് വരേണ്ടത്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ICA മൂവ്സ് ടു ജനീവ, അത് ഏത് വർഷമാണ്? 1982 ആണ്. ഓക്കെ, അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ആദ്യം ബി, രണ്ടാമത് എ, മൂന്നാമത് ഡി ആൻഡ് ലാസ്റ്റ് ഏതാണ്? സി. നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് കറക്റ്റ് ആൻസർ? ബി. ഒന്ന് ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, വർഷം ഏതാണ്? 1896. 2 ഓക്കെ, 2 ഏതാണ്? എ. ബി കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ്? എ ഓപ്ഷൻ ആണ് വരേണ്ടത്. ഏതാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ് 1937. അടുത്തത് ഏതാ പറഞ്ഞത്? ICA മൂവ്സ് ടു ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 1896. രണ്ടാമത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തു 37. അടുത്തേതാണ്? ICA UN ഗ്രാൻസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുത്തു, ഏത് വർഷമാണ്? 1946 ആണ്. ദെൻ ICAയുടെ ഹെഡ് ക്വാർട്ടർ ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് 1982 ആണ്. അപ്പൊ ഓപ്ഷൻ കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയുന്നത് ബി. ദെൻ അടുത്തത് എ, അടുത്തത് ഡി കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ്, അടുത്തത് ഏതാണ്? സി ആണ്, അതായത് ICA ഹെഡ് ക്വാർട്ടർ മൂവ്സ് ടു ജനീവയാണ്. അപ്പം BADC ആണ് റൈറ്റ് ആൻസർ. BADC ആണ് റൈറ്റ് ആൻസർ. അത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ഈ ഒരു വർഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. പ്രത്യേകിച്ച് ICAയുടെ മൈൽ സ്റ്റോൺ ഇയർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ വർഷങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓർഡറിൽ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പൊ എന്നാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് അതിന്റെ ആ ഒരു ഓർഡർ വൈസ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ICA സംബന്ധിച്ച് 2 ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഏതൊക്കെയാണ്? മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ,
ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കോപ്പറേഷൻ among cooperatives, ഓപ്ഷൻ ഡി ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഏതാണ്? ആദ്യം നോക്കിക്കേ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ദെൻ ഈ പാർട്ടിൽ നോക്കി എന്താണ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ? വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ അല്ല. കാര്യം അവിടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ പറയുന്നില്ല. രണ്ട്, മെൻ ആൻഡ് വുമൺ സെർവിങ് ആസ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് അല്ല, അതും എക്കണോമിക് പാർട്ടിസിപ്പേഷൻ സംബന്ധിച്ച് പറയുന്നില്ല. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വലി ടു ദ ക്യാപിറ്റൽ ഓഫ് ദ കോപ്പറേറ്റീവ്സ്. ഓക്കെ, അപ്പൊ എക്കണോമിക് പാർട്ടിസിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? 3 ആണ്. 3. അപ്പം എ ഏതാ വരുന്നത്? 3. എ എന്ന് പറയുന്ന ഓപ്ഷന്റെ കറക്റ്റ് ആൻസർ ഏതാണ് മാച്ച് ചെയ്യുന്നത്? 3 ആണ്. അടുത്തത് ബി. എ 3 ആണ്. ബി എന്താണ്? ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്താണ്? ഓട്ടോണമി, they can enter into agreement with any third party in its own name. അതാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് പറയുന്നത്. അതായത് ഇവർക്ക് സ്വന്തം പേരിൽ ആരുമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കരാറുകളിൽ ഏർപ്പെടാം. അതാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ബി വരുന്ന ഏതാണ്? ബി വരുന്നത് ഓപ്ഷൻ 4 ആണ്. എ 3 ആണ്. ബി വരുന്നത് A3. ബി വരുന്നത് ഓപ്ഷൻ ഏതാണ്? 4 ആണ്. ഓക്കെ, അടുത്തത് സി, കോപ്പറേഷൻ among cooperatives. അപ്പൊ എന്താണ് സി? കോപ്പറേഷൻ among cooperatives പറയുന്ന ഓപ്ഷൻ ഏതാണ്? കോപ്പറേഷൻ among cooperatives വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ സ്ട്രക്ചർ ആണ്. വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ്സ്. അപ്പം ഓപ്ഷൻ 3 ഏതാണ്? ഓപ്ഷൻ 3 വരുന്നത് 1 ആണ്. ഓപ്ഷൻ, അതായത് സി വരുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എ വരുന്നത് ഏതാണ്? എ വരുന്നത് 3, ബി വരുന്നത് 4, സി വരുന്നത് 1. അടുത്തത് ഓപ്ഷൻ ഡി നോക്കിക്കേ. ഓപ്ഷൻ ഡി ഏതാ? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഏതാണ്? മെൻ ആൻഡ് വുമൺ സെർവിങ് ആസ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ആർ അക്കൗണ്ടബിൾ ടു മെമ്പർഷിപ്പ് ആണ്. ഇതാണ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. അപ്പൊ ഓപ്ഷൻ ഡി ഏതാ വരുന്നത്? ഓപ്ഷൻ ഡിയുടെ റൈറ്റ് ആൻസർ 2 ആണ്. അപ്പൊ ഇത്തരത്തിൽ അതിനെ പരസ്പരം മാച്ച് ചെയ്യണം. മാച്ച് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ഓപ്ഷൻ എവിടെയാ വരുന്നത് നോക്കിക്കേ. A3 കോൺട്രിബ്യൂഷൻ, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താ? മെമ്പർ കോൺട്രിബ്യൂട്ട് ഈക്വലി ടു ദ ഷെയർ ക്യാപിറ്റൽ. അതാണ് A3. ബി ഏതാണ്? B4. ഏതാ ബി? ഏതാ ഓപ്ഷൻ ഏതാണ്? ബിയുടെ ഓപ്ഷൻ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. അതാണ് they can entering into agreement with its own name with a third party. അതാണ് ബി. ഏതാണ്? B4. സി ഏതാണ്? കോപ്പറേഷൻ among cooperatives, ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അറേഞ്ച്മെന്റ്. അതാണ് കോപ്പറേഷൻ among cooperatives. അപ്പം സി ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ഡിയുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. അതായത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഏതാണ്? 1, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട്, അതായത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വലി ടു ദ ഷെയർ ക്യാപിറ്റൽ ആണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് വെച്ചാൽ എന്താ? they can entering into contract with its own name with the third party ആണ്. then അടുത്തത് കോപ്പറേഷൻ among cooperatives എന്താണ്? they have the agreement between local, national and international cooperatives. അതാണ് സഹകരണ സ്ഥാപനങ്ങൾക്കിടയിലുള്ള സഹകരണം. അടുത്ത എന്താണ്? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആണ്. മെൻ ആൻഡ് വുമൻസ് ആർ ഈക്വൽ, ആണും പെണ്ണും തുല്യരാണ്. ഓക്കെ, then they are the elected representatives and accountable to the members. ഓക്കെ, ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. A3, B4, C1, D2 ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ രീതിയിൽ നമ്മൾ ഒന്നും വ്യക്തമായിട്ട് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ വാക്കിന്റെയും നമ്മൾ പ്രിൻസിപ്പളിൽ തന്നിരിക്കുന്ന ഓരോ പ്രിൻസിപ്പിളിന്റെയും മീനിങ് ഒന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് 1. ലൈക്ക് ക്യാപിറ്റലിസം, കോർപ്പറേഷൻ ഓൾസോ അക്സെപ്റ്റ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ റൈറ്റ്സ് ഓഫ് കോൺട്രാക്ട്. ഓപ്ഷൻ 1 ഇതാണ്. ലൈക്ക് ക്യാപിറ്റലിസം പോലെ കോർപ്പറേഷൻ ഓൾസോ അക്സെപ്റ്റ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ റൈറ്റ്സ് ഓഫ് കോൺട്രാക്ട്. ഇത് രണ്ടും ശരി തന്നെയാണ്. ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ ആണ് ഏത്? പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് എവിടെയും എന്റർടൈൻ ചെയ്യുന്നുണ്ട്. കോർപ്പറേഷനും ക്യാപിറ്റലിസത്തിന്റെയും സിമിലാരിറ്റി വരുമ്പോൾ ഈ ഒരു പോയിന്റ് അതിനകത്ത് പറയുന്നുണ്ട്. സിമിലാരിറ്റിയിൽ പറയുന്നുണ്ട്
ബോത്ത് ഫേവേഴ്സ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി, രണ്ടും പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുകൂലിക്കുന്നു. ആൻഡ് രണ്ടും ദ റൈറ്റ്സ് ഓഫ് കോൺട്രാക്ട്, കരാറിൽ ഏർപ്പെടാം. അതാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഉദ്ദേശിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ദേ ഹാവ് ദ ഫ്രീഡം ടു എൻറ്ററിംഗ് ഇൻ ടു കോൺട്രാക്ട് ആണ്. അതുകൊണ്ട് അപ്പൊ ക്യാപിറ്റലിസത്തിലും അതുപോലെ തന്നെ കോപ്പറേഷനിലും എന്തുണ്ട്? ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടും അതിനെതിരല്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദ മെയിൻ മോട്ടോ ഓഫ് ക്യാപിറ്റലിസം ഈസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് അറ്റ് മിനിമം കോസ്റ്റ്. ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, പരമാവധി ലാഭം ഉണ്ടാക്കുക അറ്റ് മിനിമം കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ. അത് ശരിയാണ്. Whereas the prime motto of cooperation is to render valuable at a reasonable cost, valuable service. Okay, അതും കോപ്പറേഷനെ സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും പറയുന്നത് പ്രത്യേകിച്ച് തെറ്റൊന്നും ഇതിനകത്ത് പറയുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, which of the above statement are true? മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ശരി? സ്റ്റേറ്റ്മെന്റ് 1 ആണോ ശരി? സ്റ്റേറ്റ്മെന്റ് 2 ആണോ ശരി? ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം ശരിയാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. ഓക്കെ, ദെൻ ഒരെണ്ണം കൂടി പറയുന്നുണ്ട്, cooperatives also use capital to carry on the business activities and pay interest for its use as the capitalist organization do. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വിട്ടുപോയതാണ്. എന്താണ്? കോപ്പറേറ്റീവ്സ് ഓൾസോ യൂസ് ക്യാപിറ്റൽ, സഹകരണ സ്ഥാപനങ്ങളിൽ മൂലധനം ഉപയോഗിക്കുന്നുണ്ട്, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൂലധനം ഉപയോഗിക്കുന്നുണ്ട്. ടു ക്യാരി ഓൺ ദ ബിസിനസ് ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട്. ആൻഡ് പേ ഇൻട്രസ്റ്റ് ഫോർ ഇറ്റ് യൂസ്, അതിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട്. ആസ് ദ ക്യാപിറ്റലിസ്റ്റിക് ഓർഗനൈസേഷൻ ഡു, ആര് ചെയ്യുന്ന പോലെ? ക്യാപിറ്റലിസ്റ്റിക് ഓർഗനൈസേഷൻ ചെയ്യുന്ന പോലെ. നമ്മൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ പറയുന്നുള്ളൂ? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആണെന്നേ പറയുന്നുള്ളൂ, ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ബട്ട് ഹ്യൂജ് എമൗണ്ട് ഒന്നും എന്തായിട്ട് കൊടുക്കുന്നില്ല? ക്യാപിറ്റലിസ്റ്റിൽ കൊടുക്കുന്ന പോലെ വലിയ എമൗണ്ട് ഒന്നും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ലൈക്ക് ക്യാപിറ്റലിസം, കോപ്പറേഷൻ ഓൾസോ അക്സെപ്റ്റ് ദ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ദ റൈറ്റ് ഓഫ് കോൺട്രാക്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2ൽ പറയുന്നത് കോപ്പറേറ്റീവ് ഓൾസോ യൂസ് ക്യാപിറ്റൽ ടു ക്യാരി ഓൺ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് പേ ഇൻട്രസ്റ്റ് ഫോർ ഇറ്റ് യൂസ് as the capitalist organization do. ക്യാപിറ്റലിസ്റ്റിൽ ചെയ്യുന്ന പോലെ മൂലധനം ഉപയോഗിക്കുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് കോപ്പറേറ്റീവ്സിൽ, അതും ശരിയാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 3ൽ പറയുന്നത് മെയിൻ മോട്ടോ ഓഫ് ക്യാപിറ്റലിസം ഈസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് അറ്റ് മിനിമം കോസ്റ്റ്. ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക അറ്റ് മിനിമം കോസ്റ്റ്, അത് ശരിയാണ്. Whereas the prime motto of cooperation is to render valuable service at a reasonable cost, അതും ശരിയാണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്, 3ഉം ശരിയാണ്. ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ അതൊന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചേക്കണം. ഇതിന്റെ ഒരു ഫീച്ചർ, രണ്ടിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അലൗഡ് ആണ്. കോപ്പറേഷനിലും അലൗഡ് ആണ്, ക്യാപിറ്റലിസ്റ്റിലും അലൗഡ് ആണ്. രണ്ടിലും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. കോപ്പറേഷനിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ക്യാപിറ്റലിസത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. കാര്യം ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിൽ വ്യത്യാസമുള്ളൂ. മറ്റവിടെ ഹ്യൂജ് എമൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടെ ലിമിറ്റഡേ ഉള്ളൂ. എവിടെ? കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ക്യാപിറ്റലിസ്റ്റിന്റെ ഉദ്ദേശം എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ആണ്, അറ്റ് മിനിമം കോസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ കോപ്പറേറ്റീവ് സംഘത്തിന്റെ ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് സർവീസ് ടു ദ മെമ്പേഴ്സ് അറ്റ് റീസണബിൾ കോസ്റ്റ് ആണ്. റീസണബിൾ ആണെന്ന് പറയുന്നുള്ളൂ, കോസ്റ്റ് ഇല്ലാതെ കൊടുക്കണമെന്ന് പറയുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പം 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നോട്ട് ആൻ അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ്? അതായത് ഒരു ബെനിഫിറ്റ് അല്ലാത്ത ഫീച്ചർ ഏതാണെന്നുള്ളത്. നോട്ട് ആൻ അഡ്വാൻറ്റേജ് ആ പറയുന്നത്. അഡ്വാൻറ്റേജ് അല്ല പറയുന്നത്, നോട്ട് ആൻ അഡ്വാൻറ്റേജ് ടു ദ കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്. നോക്കിക്കേ, ലിമിറ്റഡ് ലയബിലിറ്റി അഡ്വാൻറ്റേജ് ആണ്. കാര്യം എന്താണ്? മെമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി ലയബിൾ ആവത്തില്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബി, ഗവൺമെന്റ് കൺട്രോൾ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഗവൺമെന്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാര്യം ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടും താനും. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, നല്ലതാണ്. കാര്യം അതായത് ഒരു സുപ്രഭാതത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലാതാവുന്നില്ല, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്.
സ്റ്റേബിൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്, അതും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ലിമിറ്റഡ് റിസോഴ്സ് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലിമിറ്റഡ് റിസോഴ്സ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് ആണ്. കാര്യം നമ്മൾ ക്യാപിറ്റലിസത്തിലെ പോലെ പ്ലെന്റി ഓഫ് റിസോഴ്സുകൾ അവൈലബിൾ അല്ല, ലിമിറ്റഡ് ആണ്. കാര്യം ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അപ്പൊ അവിടെ നിന്നുള്ള ഫണ്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നോട്ട് ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ നോക്കിക്കേ, എ ആൻഡ് ബി. എ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ബി ഗവൺമെന്റ് കൺട്രോൾ ആണ്. തെറ്റാണ്. കാര്യം എ വരുന്നുണ്ട്, എ ആൻഡ് ബി അല്ല. രണ്ട്, ബി ആൻഡ് സി. നോക്കിക്കേ, ബി ഏതാണ്? ഗവൺമെന്റ് കൺട്രോൾ ആണ്. സി സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ആണ്. ഇതിൽ ഗവൺമെന്റ് കൺട്രോൾ ഡിസഡ്വാൻറ്റേജ് ആണ്, സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതുമല്ല. അതോടെ ഓപ്ഷൻ സി നോക്കിക്കേ, ബി ആൻഡ് ഡി. ഗവൺമെന്റ് കൺട്രോളും ഡിസഡ്വാൻറ്റേജ് ആണ്, ഡി ആയിട്ട് പറയുന്ന ലിമിറ്റഡ് റിസോഴ്സും എന്ത് തന്നെയാണ്? ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ദെൻ അതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഏതാണ്? ബി ആൻഡ് ഡി. അതായത് ഗവൺമെന്റ് കൺട്രോളും ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സും എന്ത് തന്നെയാണ്? ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അല്ലാതെ ലിമിറ്റഡ് ലയബിലിറ്റി ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്റ്റേബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സ്ഥായി ആയിട്ടുള്ള ഒരു നിലനിൽപ്പാണ്, അതും അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിലും അവിടെ ഗവൺമെന്റ് കൺട്രോൾ വരുന്നതും എന്ത് തന്നെയാണ്? ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇത് ഇവിടുത്തെ നോട്ട് ആൻഡ് അഡ്വാൻറ്റേജ് പറയുന്നത് ബിയും ഡിയും ആണ്. അതാണ് റൈറ്റ് ആൻസർ, ബിയും ഡിയും ആണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ മീനിങ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കറക്റ്റ് ചെയ്താൽ മതി. ഒന്നോ രണ്ടെണ്ണം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ റെഡ്. റെഡ്, നമ്മൾ കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെഡ് കളർ എടുക്കുക. റെഡ് എന്താണ്? റെഡ് പുതിയ ഫ്ലാഗ് അനുസരിച്ച് റെഡ് എന്താ കാണിക്കുന്നത്? കറേജ് ആണ്. അപ്പൊ നോക്കിക്കേ, എ എന്ന് പറയുമ്പം 2 ആണ് വരേണ്ടത്. എ റൈറ്റ് ആൻസർ ഏതാണ്? 2. ഗ്രീൻ. ഗ്രീൻ, അടുത്തത് ഗ്രീൻ. എന്താണ് ഗ്രീൻ? ദ ചലഞ്ച് ദാറ്റ് ചലഞ്ചസ് ആണ്, ചലഞ്ചസ്. ഗ്രീൻ. അപ്പൊ ഏതാണ്? ബി പറയുന്നത് ഏതാണ്? 3 ആണ്, ചലഞ്ച് ആണ്. അടുത്ത ഡാർക്ക് ബ്ലൂ എന്താണ്? സി. ഡാർക്ക് ബ്ലൂ എന്താ പറയുന്നത്? പെസിമിസം ആണ്. പെസിമിസം ആണ് ഡാർക്ക് ബ്ലൂ. അപ്പൊ സി 1 ആണ്. ദെൻ ഡി വയലറ്റ് ആണ്. ഡി വയലറ്റ്. എന്താണ് വയലറ്റ്? വാം, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പം 4, ഡി 4 ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഏതാ? 2, 3, 1, 4 ആണ്. 2, 3, 1, 4 ആ രീതിയിൽ മാച്ചിങ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ആൻസർ. ആ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എ, അപ്പൊ നമ്മുടെ ഇവിടെ മീനിങ് പറഞ്ഞു വെച്ചേക്കാം, മീനിങ് പഠിച്ചു വെച്ചേക്കാം. റെഡ് സ്റ്റാൻഡ് ഫോർ കറേജ് ആണ്. ഗ്രീൻ മീൻസ് ദ ചലഞ്ചസ്, ചലഞ്ച് ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളാണ്. ഡാർക്ക് ബ്ലൂ കാണിക്കുന്നത് പെസിമിസം ആണ്. ദെൻ വയലറ്റ് കാണിക്കുന്നത് വാംത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആണ്. കാരണം വയലറ്റ് IC എന്ന് പറയുന്ന ആ ഒരു നെയിം എഴുതിയിരിക്കുന്ന വയലറ്റ് കളറാണ്, അല്ലാതെ 6 ടിപ്സേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ വാംത് കാണിക്കുന്നത്, സോറി, ആ വയലറ്റ് കളർ കാണിക്കുന്നത് വാംത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ ഈ കോപ്പറേറ്റീവ് ഫ്ലാഗിലെ കളർ മീനിങ് ഒന്ന് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇവിടെ നമ്മൾ റെഡും ഗ്രീനും ഡാർക്ക് ബ്ലൂവും വയലറ്റേ വന്നുള്ളൂ. ഇനി ലൈറ്റ് ബ്ലൂ ഉണ്ട് കേട്ടോ, ഓറഞ്ച് ഉണ്ട്. അപ്പൊ അത് ആ കളർ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. കാര്യം നമ്മുടെ എക്സാമിന് ഈ പുതിയ ഫ്ലാഗിന്റെ, കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർക്ക് ഈ ഫ്ലാഗിന്റെ കളർ അന്ന് റെഡായി ചോദിച്ചത്. റെഡ് സ്റ്റാൻഡ് ഫോർ കറേജ് ആണ്. കാര്യം ഇതിന് മുമ്പുള്ള ഫ്ലാഗില് ഓറഞ്ച് ആയിരുന്നു കറേജ്. അന്ന് കുറെ ആൾക്കാർ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഫ്ലാഗിന്റെ കളറും അതിന്റെ മീനിങ്ങും ഒന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ ഇത് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്ത് വരാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ആ 7 കളറിന് മീനിങ് ഉണ്ട്. അപ്പൊ ആ 7 കളറിന്റെ മീനിങ് വ്യക്തമായിട്ട്, 7 കളർ ഉണ്ട് കേട്ടോ, 6 സ്ട്രൈപ്സും ഉണ്ട്. അതിന് തൊട്ട് താഴത്തായിട്ട് IC എന്ന് പറഞ്ഞ് വയലറ്റ് കളർ എഴുതിയിട്ടുമുണ്ട്. പിന്നെ എത്ര പ്രാവാണ് പറന്നു പോകുന്നത് അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ അടുത്തത്, മാച്ച് ദ ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 വിത്ത് ദോസ് ഓഫ് ലിസ്റ്റ് 2. അതായത് ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. അതിൽ തന്നിരിക്കുന്ന സ്ഥാപനങ്ങളെ ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ലിസ്റ്റ് 1 PACS. ഓക്കെ, PACS എന്ന് പറയുമ്പം ഇതൊരു അപ്പെക്സ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഓപ്ഷൻ 1 കറക്റ്റ് അല്ല. ഓപ്ഷൻ ഡി സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അത് നമുക്ക്
വളരെ വ്യക്തമായിട്ട് അത് തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻ മൂന്നാമത്തെ അപ്പെക്സ് ബോഡി ഓഫ് PCRDB അത് തെറ്റാണ്. കാര്യം PACS ഒരിക്കലും അപ്പെക്സ് ബോഡി ഓഫ് PCRDB അല്ല. ദെൻ സ്റ്റേറ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് PACS, അതും കറക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇതിന് അല്പം കൂടി ആപ്റ്റ് ആവുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുമായിട്ട് ആപ്റ്റ് ആവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. പക്ഷേ ഇത് കറക്റ്റഡ് ഓപ്ഷൻ അല്ല. ഇത് കാര്യം ഇത് ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെൻട്രൽ ബാങ്ക് ഒന്നും അല്ല. കാര്യം ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പം അത് കേന്ദ്ര ബാങ്കാന്ന് വെച്ചാലും അതുപോലെ തന്നെ എന്താണ് മെയിൻ ബാങ്കാന്ന് വെച്ചാൽ അത് തന്നെയല്ല. പക്ഷെ പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, അതായത് ഈ പറഞ്ഞ ഏതാണ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റൂറൽ ബാങ്ക്, ഈ 4 ഓപ്ഷൻ നമ്മൾ അതിനകത്ത് പഠിക്കും PACSന്റെ ഡെഫിനിഷനകത്ത്. ഏതൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, റൂറൽ ബാങ്ക് ആവാം. അപ്പൊ ആ രീതിക്ക് ആ ഒരു മീനിങ് വെച്ച് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതായത് 1, 2. 1 ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നത്? 2 എന്ന് പറയുന്ന ഓപ്ഷനുമായിട്ടാണ്. അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഏതാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്? ഏതാ? നബാർഡ്. ഏതാണ്? അപ്പെക്സ് ഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. ഇതാണ് കറക്റ്റ്. ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. കാർഷിക മേഖലയിൽ വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? നബാർഡ്. ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ 2 ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നു? 2 1 മാച്ച് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് 3 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അറിയാം, സ്റ്റേറ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ ഓപ്ഷൻ 3 ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നു? 3 മാച്ച് ചെയ്യുന്നത് 4 ദെൻ അടുത്തത് KCRDB ഏതാണ്? അപ്പെക്സ് ബോഡി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പം ഓപ്ഷൻ 4 മീറ്റ് ചെയ്യുന്നത് 3 അപ്പൊ നമുക്ക് റൈറ്റ് ആൻസർ വരേണ്ടത് 2, 1, 4, 3 ആണ് കേട്ടോ. 2, 1, 4, 3. ഓക്കെ. അത് വരുന്ന എവിടെയാ? 2, 1, 4, 3. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി 2, 1, 4, 3 ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇത് കാണാതെ പഠിക്കാനുള്ള ഒരു സംവിധാനം അല്ലത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും കാണാതെ പഠിക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ റൈറ്റ് ആൻസർ, അതിന്റെ ഓരോന്നും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചു. ഇപ്പൊ നബാർഡ്, അപ്പെക്സ് ബാങ്ക് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ പ്രൊവൈഡിങ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ആ ഒരു ഓപ്ഷൻ മനസ്സിലാക്കി വെച്ചേക്കുക. KCRDB അപ്പെക്സ് ബാങ്ക് ഓഫ് PCRDB മനസ്സിലാക്കി വെച്ചേക്കുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റേറ്റ് അപ്പെക്സ് ബാങ്ക്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഓപ്ഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അല്ലാതെ ഇതുപോലെ 2, 4, 3 ആണ് കറക്റ്റ് അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ ഓപ്ഷൻ അനുസരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ. അപ്പൊ ഇതൊന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. ഏതുമായിട്ട് ബന്ധപ്പെട്ട? കൺസ്യൂമർ ഫെഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ. സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ. അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് റൈറ്റ് ആൻസർ ആണ്. അതായത് കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ് ഏത്? കൺസ്യൂമർ ഫെഡ്. അത് കറക്റ്റ് ആൻസർ ആണ്. 2 എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ KCS ആക്ട് 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് തെറ്റാണ്. അപ്പൊ ചോദ്യം വരും, അപ്പൊ കൺസ്യൂമർ ഫെഡ് ഏത് ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് കൺസ്യൂമർ ഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതാണ് റൈറ്റ് ആൻസർ. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ KCS ആക്ട് 1969. അത് തെറ്റാണ്. ഓക്കെ. മൂന്നാമത്തെ നോക്കിയേ. പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് consumer goods and medicines to the public at affordable price and protect their buying rights from exploitation. അതും കറക്റ്റ് ആണ്.
എന്താണ് മെഡിക്കൽ നീതി മെഡിക്കൽ സ്റ്റോർ, അതാണ് മെഡിസിൻ വന്ന നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ഇവർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് കൺസ്യൂമർ ഗുഡ്സ് നീതി സ്റ്റോർ ഉണ്ട്. അപ്പൊ അതും റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് ഏതാണ് തെറ്റെന്ന് ചോദിച്ചാൽ 3 സ്റ്റേറ്റ്മെന്റാണ് തന്നിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏതാണ്? ഇത് KCS ആക്ട് 1969 അനുസരിച്ചല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതും പ്രകാരമാണ്? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഏതാണ്? എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ KCS ആക്ട് 1969 എന്താണ്? തെറ്റാണ്. ഇനി താഴെ നോക്കിക്കേ, ഓപ്ഷൻ എ ഓൾ ആർ കറക്റ്റ്. ശരിയാണോ? അല്ല, ഇതല്ല, ഈ ഓപ്ഷൻ അല്ല. ഓൾ ആർ കറക്റ്റ്, എല്ലാ ഓപ്ഷനും ശരിയല്ല, ഇത് തെറ്റാണ്. ഓൾ ആർ കറക്റ്റ് തെറ്റാണ്. 2 1 and 2 ആർ കറക്റ്റ്. 1 അപ്പെക്സ് ബോഡി ആണ്, 2 KCS ആക്ടും പ്രകാരമാണ്. ഇതും ശരിയല്ല, ഇത് തെറ്റാണ്. 3 1 and 3 ആർ കറക്റ്റ്. അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ സ്റ്റേറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ടു ഡിസ്ട്രിബ്യൂട്ട്, അതും അതാണ്. ഇതാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഏതാണ് ഇത്? അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റേറ്റ് ആണ് കൺസ്യൂമർ ഫെഡ്. 2 മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? 3 ഏതാണ്? ഇതിന്റെ ഒബ്ജക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ട് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിസിൻ ഉണ്ട് റീസണബിൾ റേറ്റിൽ. അതും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇതിൽ തെറ്റായ ആൻസർ ഏതാണ്? ഇത് KCS ആക്ടും പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ തെറ്റാണ്. കൺസ്യൂമർ ഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 അനുസരിച്ചാണ്. Then that act came into force on 52, നമുക്കറിയാതെ. ഓക്കെ, അപ്പൊ അതും പ്രകാരം അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ്. ഫിഷറീസ് ഡെവലപ്മെന്റ്, അതായത് മത്സ്യഫെഡിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മത്സ്യഫെഡ് കേട്ടോ, മത്സ്യഫെഡ് 1984 തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടർ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇവരുടെ ആക്ടിവിറ്റീസ് നോക്കിയേ. 1 ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, പലിശരഹിത വായ്പ. 2 പ്രൊഡക്ഷൻ ബോണസ്, ഫിഷർമെന് പ്രൊഡക്ഷൻ ബോണസ് കൊടുക്കുന്നുണ്ട്. 3 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ഹാർബേഴ്സ് ആൻഡ് സെലക്ടഡ് ഫിഷ് മാർക്കറ്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഹാർബേഴ്സിന്റെയും തെരഞ്ഞെടുത്ത ഫിഷ് മാർക്കറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 4 വൈറ്റ് കറോക്സിൻ ബങ്ക്സ്, മണ്ണെണ്ണ കൊടുക്കുന്ന ബങ്കുകൾ. ഓക്കെ, ഇതില് ഐഡന്റിഫൈ ദ അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ 4ഉം റൈറ്റ് ആൻസർ ആണ്. ഈ 4ഉം ആര് ചെയ്യുന്ന ആക്ടിവിറ്റി ആണ്? മത്സ്യഫെഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ആണ്. കാര്യം മത്സ്യഫെഡിന് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ, മത്സ്യ വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട് മത്സ്യഫെഡ്. അത് കറക്റ്റ് ആണ്. 2 പ്രൊഡക്ഷൻ ബോണസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആക്ച്വൽ ക്യാച്ച് ഓഫ് ദ ഫിഷ്, എത്രയാണ് അവർ പിടിച്ച മത്സ്യത്തിന്റെ വാല്യൂ, അതിന്റെ 1% എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ ബോണസ്. 1% കിട്ടും, അല്ലാതെ 0.5 മത്സ്യഫെഡും കൊടുക്കും. അപ്പൊ 1.5% ആക്ച്വൽ ക്യാച്ച് ഓഫ് വാല്യൂ എത്രയാണോ, അതായത് വാല്യൂ ഓഫ് ദ ആക്ച്വൽ ക്യാച്ച് എത്രയാണ്, അതിന്റെ 1.5% എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ ബോണസ്. അതും കറക്റ്റ് ആണ്. പ്രൊഡക്ഷൻ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ഹാർബേഴ്സും സെലക്ടഡ് ഫിഷ് മാർക്കറ്റും ഉണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രൊജക്ട് ഉണ്ട് മത്സ്യഫെഡിന്, അത് ചെയ്യുന്നതാണ്. അതുകൂടാതെ വൈറ്റ് കറോക്സിൻ ബങ്ക്സ്, ഗവൺമെന്റ് സബ്സിഡൈസ്ഡ് നിരക്കില് മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലെടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മണ്ണെണ്ണ, അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മത്സ്യഫെഡ് ഈ സബ്സിഡൈസ്ഡ് നിരക്കില് ഗവൺമെന്റ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വൈറ്റ് കറോക്സിൻ ബങ്ക്സ് ഉണ്ട്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റും മത്സ്യഫെഡിനെ സംബന്ധിച്ച് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ അതിന്റെ ഓപ്ഷൻ നോക്കിയേ. ഓൾ ആർ കറക്റ്റ്. Then 1 and 2 are correct. 1 and 3 are correct. 2 and 3 are correct. ഏതാണ് ആൻസർ? ഓൾ ആർ കറക്റ്റ് ആണ്. എല്ലാ ഓപ്ഷനും ശരിയാണ്. കാര്യം മത്സ്യഫെഡ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ബോണസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെലക്ടഡ് ഫിഷ് മാർക്കറ്റിന്റെയും ഹാർബേഴ്സിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? വൈറ്റ് കറോക്സിൻ ബങ്ക്സും ഓയിൽ പമ്പുകളും ആർക്കുണ്ട്? മത്സ്യഫെഡിനുണ്ട്. അപ്പൊ അതും കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കേരള ബാങ്ക്. താഴെ തന്നിരിക്കുന്നതിൽ കേരള ബാങ്കിനെ സംബന്ധിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ബാങ്കിനെ സംബന്ധിക്കുന്ന നോക്കിക്കേ. ദ ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ ദ ഇയർ 1915 ആസ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നോക്കിക്കേ, ദ ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ ദ ഇയർ 1915. ഇതൊക്കെ കറക്റ്റ് ആണ്. 1915 ആണ്. 1916 പ്രവർത്തനം ആരംഭിച്ചു. അതൊക്കെ കറക്റ്റ് ആണ്.
ആസ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ പേരിലാണോ 1915 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്? അല്ല. അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ വരണമെങ്കിൽ ഏതായിരിക്കണം? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ആ പേരായിരുന്നില്ല ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാ. The bank was registered in the year 1915 as the Kerala State Cooperative Bank. ആ ഓപ്ഷൻ തെറ്റാ. Then അടുത്ത നോക്കിക്കേ, Kerala State Cooperative Bank Limited was included in the second schedule of the RBI Act 1934. ഇത് കറക്റ്റ് ആ, കാര്യം ഇത് ഷെഡ്യൂൾഡ് ബാങ്ക് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആണ്. RBIയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെട്ട ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. The first scheduled bank in cooperative sector in India. ഇന്ത്യയിലെ തന്നെ കോപ്പറേറ്റീവ് മേഖല ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ആണ്. അതൊക്കെ കറക്റ്റ് ആണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ബാങ്ക് നെയിം ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്ക്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ മുമ്പ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ആയിരുന്നു, അതിപ്പോ മാറ്റിയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ട്രേഡ് നെയിം, ഒരു ബ്രാൻഡ് നെയിം അഡോപ്റ്റ് ചെയ്തു. അത് ഏതാണ്? കേരള ബാങ്ക് ആണ്. അതും ശരി തന്നെയാണ്. അപ്പൊ മുകളിൽ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ നോക്കിക്കേ, ഓൾ ആർ കറക്റ്റ്. എല്ലാം ശരിയാണോ? ശരിയാണോ? അല്ല, എല്ലാം ശരിയല്ല. അപ്പൊ അത് തെറ്റാണ്. ഓൾ ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. തെറ്റാണ്. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് വൺ. അത് കറക്റ്റ് ആണ്. കാര്യം ഒന്നാമത്തെ ഓപ്ഷനാ പറഞ്ഞത് എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ പേരിലാണ് 15 ഇത് പ്രവർത്തനം തുടങ്ങിയിരുന്നത്. അത് തെറ്റാ. രജിസ്റ്റർ ചെയ്തതെന്ന് അത് തെറ്റാണ്. കാര്യം അന്ന് രജിസ്റ്റർ ചെയ്ത സമയത്തിന്റെ പേരെന്താണ്? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. അപ്പൊ അതാണ് കറക്റ്റ്. ഓൾ ആർ കറക്റ്റ്, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് വൺ, ഒന്നൊഴികെ ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓരോന്നും വിശദമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഒരു തറോ റീഡിങ് വേണം ഏത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലാതെ നമുക്ക് കാണാതെ പഠിച്ചു പോയി ഇത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻ കാണാതെ പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റുകൾ നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അല്ലാതെ ആൻസർ ഇതാണ് ശരിയെന്ന് പറയുന്നത് നിങ്ങൾ അത് കാണാതെ പഠിക്കണമെന്നില്ല. നിങ്ങൾ ആ പറയുന്ന പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ ആൻസർ ഇതാണെന്ന് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement are accurate about വാംനികോം? വാംനികോം ഏപ്രിൽ 1967 അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് NCCT നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നോക്കി എന്താണ് which of the following statement are accurate about വാംനികോം? വാംനികോമിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് അക്യുറേറ്റ്, ഏതാണ് കൃത്യം? നോക്കിക്കേ, വൈകുന്ത മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതല്ലേ വാംനികോം? അത് കറക്റ്റ് ആണ്. വാംനികോം എന്താണ്? വൈകുന്ത മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അത് കറക്റ്റ് ആണ്. ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. 2, വാംനികോം പ്രൊവൈഡ്സ് ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് എംപവറിംഗ് ദ കോപ്പറേറ്റീവ്സ് ആൻഡ് കളക്ടീവ്സ്. ഇവർ കൊടുക്കുന്നത് അത് തന്നെയാണ്. ഇവർ കൊടുക്കുന്നത് എന്താണ്? ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവര് ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. കോപ്പറേറ്റീവ് മേഖലയിൽ ജോലി എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ സീനിയർ ലെവൽ ട്രെയിനിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? വാംനികോം ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് ദ എൻറ്റയർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അത് തെറ്റാണ്. വാംനികോം അല്ല ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ശരിയാണെങ്കിൽ ഏത് വന്നേനെ? NCUA എന്ന് പറയണം. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് അപ്പെക്സ് ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് ദ എൻറ്റയർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അല്ലാതെ വാംനികോം അല്ല. വാംനികോം എന്ന് വെച്ചാൽ ഏതാണ്? അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ NCCTക്ക് കീഴിൽ വരുന്ന അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് വാംനികോം. അല്ലാതെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അപ്പെക്സ് അല്ല. അപ്പൊ അത് തെറ്റാണ്. അത് ശരിയാണെങ്കിൽ ആര് വരണമായിരുന്നു? NCUA വരണമായിരുന്നു. അതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ? ഓൾ ആർ കറക്റ്റ്. എല്ലാം ശരിയാണോ? അല്ല. ദെൻ അടുത്തത് 1 and 2 ആർ കറക്റ്റ്. വൈകുന്ത മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കറക്റ്റ് ആണ്. വാംനികോം പ്രൊവൈഡ്സ് ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് എംപവറിംഗ് ദ കോപ്പറേറ്റീവ്സ്, അതും ശരിയാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ്. 1 and 2 ആർ കറക്റ്റ്. 1ഉം 2ഉം ശരിയാണ്. വാംനികോം എന്ന് പറയുന്നത് വൈകുന്ത മെഹ്ത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. അത് കറക്റ്റ് ആണ്. 2, വാംനികോം പ്രൊവൈഡ്സ് ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് എംപവറിംഗ് ദ കോപ്പറേറ്റീവ്സ് ആൻഡ് കളക്ടീവ്സ്, അതാണ് അവർ ചെയ്യുന്ന ജോലി. അതും ശരിയാണ്. ദെൻ നമ്മൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന അപ്പെക്സ് ഓർഗനൈസേഷൻ വാംനികോം ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ശരിയാണെങ്കിൽ ആര് വരണമായിരുന്നു അവിടെ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ വന്നാൽ അത് ശരിയാണ്.
ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ദ അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 1, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇത് കറക്റ്റ് ആണ്. 2, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ശരിയാണ്. 3, the training program conducted by National Cooperative Union are exclusively for the state of Kerala. ഇത് തെറ്റാണ്. കേരളത്തിന് വേണ്ടി മാത്രമല്ല ഇവർ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അത് തെറ്റാണ്. ഓക്കെ. 4, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ കൊളാബറേറ്റ്സ് വിത്ത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോർ നോളജ് എക്സ്ചേഞ്ച്. ഇതും ശരിയാണ്. ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് എന്തുണ്ട് നോളജ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. അതും ശരിയാണ്. അപ്പൊ ഇവർ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമോ എഡ്യൂക്കേഷൻ പ്രോഗ്രാമോ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരിക്കലും അങ്ങനെയല്ല. അവർ ഓൾ ഓവർ ഇന്ത്യ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റ്. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്താണ്? ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. അത് കറക്റ്റ് ആണ്. 2, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ. അതും കറക്റ്റ് ആണ്. ദെൻ ഇവർ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നത് കേരള സംസ്ഥാനത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ദെൻ അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ കൊളാബറേറ്റ്സ് വിത്ത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോർ നോളജ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാലും അതും ശരി തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1. എല്ലാം ശരിയാണ് എക്സെപ്റ്റ് 1 ആണോ? അല്ല. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 2 അതും തെറ്റാണ്. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 3 പറഞ്ഞ ഏതാണ്? കേരളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ ഇതാണ് റൈറ്റ് ആൻസർ. ഏതാണ്? ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 3 ആണ്. ഓൾ ആർ കറക്റ്റ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. 3 ഒഴികെ ബാക്കിയുള്ളതെല്ലാം ശരിയാണെന്നാണ്. അപ്പൊ ആ രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇന്ത്യ ആരാണ്? NCUI ആണ്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? NCUI-ക്കാണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT-യെ സംബന്ധിച്ചുള്ള അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. 1, NCCT is an autonomous organization under the Ministry of Agriculture and Farmers Welfare. 2, the main focus of NCCT is to provide training to cooperative personnel. 3, NCCT conducts both residential and training programs, non-residential training programs. 4, NCCT has its headquarters in Kerala. NCCT has headquarters in Kerala. കേരളത്തിലെ NCCT-ക്ക് എന്തുണ്ട്? ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിക്കേ. NCCT ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. അത് കറക്റ്റ് ആണ്. പക്ഷേ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അല്ല. കാര്യം ഏതിന് കീഴിലാണ്? കോപ്പറേറ്റീവ് മിനിസ്ട്രിക്ക് കീഴിലാണ്. കോപ്പറേറ്റീവ് മിനിസ്ട്രിക്ക് കീഴിലാണ് കോപ്പറേഷൻ ഇപ്പോൾ കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിന് കീഴിലല്ല, മിനിസ്ട്രി ഓഫ് കോപ്പറേഷന് കീഴിലാണ് NCCT. കാര്യം കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് ഇതിന്റെ പ്രസിഡന്റ്, ചെയർമാൻ കേട്ടോ. Then 2, the main focus is to provide training to cooperative personnel. ഇത് കറക്റ്റ് ആണ്. 2 ശരിയാണ്. 3, NCCT conduct both residential and non-residential program ഉണ്ട്. അതും കറക്റ്റ് ആണ്. അവിടെ താമസിച്ചും പഠിക്കാം അല്ലാതെയും പഠിക്കാം. അത് കറക്റ്റ് ആണ്. 4, NCCT-യുടെ ഹെഡ്ക്വാർട്ടർ കേരളത്തിലാണ്. അത് വളരെ ബ്ലണ്ടർ ആണ്, തെറ്റാണ്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? കേരളമാണോ? അല്ല, ന്യൂഡൽഹിയാണ്. ഓക്കെ. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ 2 തെറ്റാണ്, ഓപ്ഷൻ 4 തെറ്റാണ്.
ഓക്കെ, അതിനകത്ത് പറയുന്നുണ്ട് എ, ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്? 2 and 3 ആർ കറക്റ്റ്. 2 and 3 ആർ കറക്റ്റ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. അതാണ് ശരി. 2ഉം 3 ശരിയുള്ളൂ. 2 എന്ന് പറയുന്നത് ട്രെയിനിങ് ടു കോപ്പറേറ്റീവ് ഏഴ്സിൽ കൊടുക്കുന്നതാണ്, അത് ശരിയാണ്. 2, 3 NCCT കണ്ടക്ട് ബോത്ത് റെസിഡൻഷ്യൽ ആൻഡ് നോൺ റെസിഡൻഷ്യൽ പ്രോഗ്രാം, അതും കറക്റ്റ് ആണ്. അപ്പൊ 2ഉം 3ഉം ആണ് കറക്റ്റ്. ബാക്കി പറഞ്ഞ NCCT മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിന് കീഴിലാണ്, അത് തെറ്റാണ്. അതുപോലെ തന്നെ NCCT കേരളത്തിലാണ് ഇതിന്റെ ആസ്ഥാനം, അതും തെറ്റാണ്. അപ്പം 1ഉം 4ഉം തെറ്റാണ്, 2ഉം 3ഉം മാത്രമാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 2ഉം 3ഉം ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ പഠിച്ച്, പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്. നോക്കിയേ, ഇറ്റ്സ് ക്രിയേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ ശിവരാമൻ കമ്മിറ്റി. ഓക്കെ, 1979-81 ശിവരാമൻ കമ്മിറ്റി, അതായത് ഗ്രാഫിക്കാർഡ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. ശരിയാണത്. ഗ്രാഫിക്കാർഡ് ആണ് നബാർഡ് റെക്കമെൻഡ് ചെയ്തത്, അത് ശരിയാണ്. ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റ് ബാങ്ക് ക്രിയേറ്റഡ് ബൈ ലോ, ശരിയാണ്. നബാർഡ് ആക്ടും പ്രകാരം 81 നബാർഡ് ആക്ടും പ്രകാരം രൂപീകരിച്ച ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നബാർഡ്, അത് കറക്റ്റ് ആണ്. 3, ഇറ്റ് സബ്സ്യൂംഡ് ദ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫംഗ്ഷൻ ഓഫ് RBI, റീഫിനാൻസ് ഫംഗ്ഷൻ ഓഫ് ദം അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതും കറക്റ്റ് ആണ്. കാര്യം അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBIയും അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ARDCയും കൂടെ മെർജ് ചെയ്താണ് നബാർഡ് രൂപീകരിക്കുന്നത്, അതും ശരിയാണ്. 4, സെറ്റപ്പ് വിത്ത് ആൻ ഇനീഷ്യൽ ക്യാപിറ്റൽ ഓഫ് 100 crore ആൻഡ് ഹെഡ് ഓഫീസ് അസറ്റ് മുംബൈ. തുടക്കത്തിൽ ഇതിന്റെ ഓതറൈസ് ക്യാപിറ്റൽ 100 കോടി ആയിരുന്നു. ഇതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? മുംബൈ ആണ്. ഈ 4 ഓപ്ഷൻ കറക്റ്റ് ആണ്. ഈ 100 കോടിയിൽ പകുതി തുടക്കത്തിലാണ് കേട്ടോ, ഇനീഷ്യൽ ആണ്, ഇപ്പോഴല്ല. ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ ഓണർ കേട്ടോ. നബാർഡിന്റെ ഓണർ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനീഷ്യലി 50 കോടി RBIയും 50 കോടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സെൻട്രൽ ഗവൺമെന്റും ആണ്. അങ്ങനെയാണ് 100 കോടി, അതും കറക്റ്റ് ആണ്. ഹെഡ് ഓഫീസ് എവിടെയാണ്? മുംബൈ ആണ്, അതും കറക്റ്റ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ കറക്റ്റ് ആണ്. റെക്കമെൻഡ് ചെയ്തത് ഗ്രാഫിക്കാർഡ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഡെവലപ്മെന്റ് ബാങ്ക് അണ്ടർ സ്റ്റാറ്റ്യൂട്ട് ആണ്, നബാർഡ് ആക്ടും പ്രകാരം രൂപീകരിച്ചാണ്. 81 ആണ് നബാർഡ് ആക്ട്. 3, ഇതിന്റെ RBIയുടെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റും അഗ്രികൾച്ചർ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്ത ജോലിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്, അതും കറക്റ്റ് ആണ്. ദെൻ ഇത് ഓതറൈസ് ക്യാപിറ്റൽ തുടക്കത്തിൽ 100 കോടി രൂപയായിരുന്നു. ദെൻ എവിടെയായിരുന്നു ആസ്ഥാനം? മുംബൈ ആണ്. ഇപ്പോഴും മുംബൈ തന്നെയാണ് ആസ്ഥാനം, അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ 4 ഓപ്ഷൻ കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദീസ്, അതായത് ഓൾ ഓഫ് ദം എന്ന് പറയുന്ന ആൻസർ ആണ് ഇവിടെ കറക്റ്റ്. ഓൾ ഓഫ് ദം അതാണ് കറക്റ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആ ഓപ്ഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, അല്ലാതെ ഇത് ഓൾ ഓഫ് ദം പഠിച്ചു വെക്കണ്ട, ഓപ്ഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു നാഷണൽ ഹൗസിംഗ് ബാങ്ക് വിച്ച് among the following is wrong. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റ്? അതായത് NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. 1987 ആണ് NHB ആക്ട്. 1988 ആണ് NHB. ഹെഡ് ഓഫീസ് എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ഓക്കെ, തുടക്കത്തില് ഇറ്റ് ഈസ് എ ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ആരായിരുന്നു? RBI ആണ്. ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI ആയിരുന്നു. ഇപ്പോൾ ആരുടെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് ഇപ്പം കേട്ടോ, ഇപ്പോൾ. അപ്പൊ അതൊന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതായത് ഇപ്പം NHBയും അതുപോലെ തന്നെ നബാർഡൊക്കെ ഫുള്ളി ഓൺഡ് ബൈ ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കിയേ. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ സെറ്റപ്പ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 1987. കറക്റ്റ് ആണ്. ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. കാര്യം NHB ആക്ട് ഏത് വർഷമാണ്? 1987 ആണ് NHB ആക്ട്, അത് കറക്റ്റ് ആണ്. 2, ഇറ്റ് ഡസ് സൂപ്പർവിഷൻ ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ റിഗാർഡിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, അതും കറക്റ്റ് ആണ്. ഇന്ത്യയിലെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുടെ സൂപ്പർവിഷനും അവരുടെ ഗ്രീവൻസ് റിഡ്രസലും ചെയ്യുന്നത് ഇവരാണ്, NHB ആണ്, അത് കറക്റ്റ് ആണ്. കാര്യം മുമ്പ് രജിസ്ട്രേഷൻ കൂടി ഉണ്ടായിരുന്നു, അതിപ്പോഴില്ല, അത് എടുത്തു മാറ്റി. രജിസ്ട്രേഷൻ RBIക്കാണ്. ഏതിന്റെ? നാഷണൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ ലൈസൻസിങ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു മുമ്പ് NHBക്ക്. ഇപ്പോൾ അതില്ല, ഇപ്പോൾ അത് RBIക്കാണ്. ഓക്കെ, അപ്പൊ അത് മുമ്പ്, ഇപ്പോൾ അവർക്ക് ഏതുണ്ട്? അതിന്റെ അവരുടെ സൂപ്പർവിഷനും ഗ്രീവൻസ് റിഡ്രസലും ആരാണ് ചെയ്യുന്നത്? NHB ആണ്. ഏതിന്റെയാ? ഹൗസിംഗ് ഫിനാൻസ് കമ്പനി. ആ ഓപ്ഷൻ കറക്റ്റ് ആണ്.
ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസിങ് ആൻഡ് റീഫിനാൻസിങ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡയറക്ട് ഫിനാൻസ് ടു ജനറൽ പബ്ലിക്. ഇത് തെറ്റാണ്. ഒരിക്കലും NSB നേരിട്ട് ഒരു ജനറൽ പബ്ലിക്കിന് എന്ത് കൊടുക്കുന്നില്ല, വായ്പ കൊടുക്കുന്നില്ല. ഇത് തെറ്റാണത്. ആ ഓപ്ഷൻ തെറ്റാണ്, സി. ദെൻ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയേ, ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ RBI. ഇതും ആക്ച്വലി തെറ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ RBI. ഇവിടെ ശരിയായനെ എങ്ങനെയാണെങ്കിൽ ഇറ്റ് വാസ് ഹോളി ഓൺഡ് ബൈ RBI എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായനെ. ഇപ്പൊ ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ RBI തെറ്റാണ്. കാര്യം എന്താ, ഇതിപ്പോൾ ആരുടെയാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ ഓണർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ ഓണർ. 2019 മാറി കേട്ടോ. അപ്പൊ അത് തെറ്റാണ്. എന്നാലും നമ്മുടെ ആൻസർ കീ പ്രകാരം, അതായത് KRFEDന്റെ ക്വസ്റ്റ്യൻ ആണിത്, KRFEDന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ്. സി മാത്രമാണ് തെറ്റ്. ഏതാണ്? ഡയറക്ട് ഫിനാൻസ് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ടെന്ന്. അത് തെറ്റാണ്, അല്ലെങ്കിലും തെറ്റ് തന്നെയാണ്. അപ്പൊ അല്പം കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്പം കൂടി ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ്. പക്ഷെ ഡിയും ഇപ്പോൾ തെറ്റ് തന്നെയാണ്. അപ്പൊ ആൻസർ കീ ഏതാണ്? ഓപ്ഷൻ സി ആയിരുന്നു. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസിങ് ആൻഡ് റീഫിനാൻസിങ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡയറക്ട് ഫിനാൻസ് ടു ജനറൽ പബ്ലിക്. അതായിരുന്നു തെറ്റ് കേട്ടോ. അതാണ് തെറ്റ്. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇതും തെറ്റ് തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ RBI. ഇറ്റ് വാസ് ഹോളി ഓൺഡ് ബൈ RBI. അത് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ക്രിഫ്കോ ആൻഡ് ഇഫ്കോ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ നോട്ട് കറക്റ്റ് എന്നാണ്. നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. അതൊക്കെ വളരെ നോട്ട് കറക്റ്റ്, കറക്റ്റ്, ഇത് ആ വാക്ക് നിങ്ങൾ വ്യക്തമായിട്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല രീതിയിൽ മനസ്സിലാക്കുക, ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ റീഡ് ചെയ്ത് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല വ്യക്തമായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ആണ്, അറിയാലോ, ഇംഗ്ലീഷ് തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നോക്കിയേ, ബോത്ത് ആർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കാര്യം ശരിയാണ്. ക്രിഫ്കോയും ഇഫ്കോയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ്. വളരെ അത് ശരിയാണ്. രണ്ട്, മേജർ പ്രൊഡക്ട്സ് ആരാണ്? ഫെർട്ടിലൈസർ ആണ്, വളമാണ് പ്രധാനപ്പെട്ട ഉൽപ്പന്നം. അതും കറക്റ്റ് തന്നെയാണ് രണ്ടിന്റെയും. ബോത്ത് ഹാവ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ് മെമ്പർ. അതും ശരി തന്നെയാണ്. രണ്ടിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് മെമ്പർ ആയിട്ട് വരുന്നത്. ദെൻ നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ബോത്ത് ഹാവ് പ്രൊഡക്ഷൻ പ്ലാന്റ്സ് അറ്റ് ഗുജറാത്ത് ആൻഡ് ഉത്തർപ്രദേശ്. അതും ശരി തന്നെയാണ്. ഗുജറാത്തിലും ദെൻ അതുപോലെ ഉത്തർപ്രദേശിലും ഇവർക്ക് എന്തുണ്ട്? പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ട്. അതും വളരെ ശരിയാണ്. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നോട്ട് കറക്റ്റ്, ശരിയല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദം ആർ കറക്റ്റ്. തന്നിരിക്കുന്നത് എല്ലാം ശരി തന്നെയാണ്. അപ്പൊ ഓർത്തു വെക്കേണ്ട പോയിന്റ് നോക്കിയേ, ബോത്ത് ആർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇഫ്കോയും ക്രിഫ്കോയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. രണ്ട്, മേജർ പ്രോഡക്റ്റ് ഓഫ് ബോത്ത് സൊസൈറ്റീസ് ആരാണ്? ഫെർട്ടിലൈസർ തന്നെയാണ്, വളമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം. അതും കറക്റ്റ് തന്നെയാണ്. ബോത്ത് ഹാവ് കോപ്പറേറ്റീവ് സൊസൈറ്റി. രണ്ടിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് അംഗങ്ങൾ. അതും കറക്റ്റ് തന്നെയാണ്. ബോത്ത് ഹാവ് പ്രൊഡക്ഷൻ പ്ലാന്റ്. എവിടെയുണ്ട്? ഗുജറാത്തിലുണ്ട്, ഹാസിറ. ഇഫ്കോയ്ക്കുണ്ട്, ഹാസിറയുണ്ട്. ഓക്കെ, ഉത്തർപ്രദേശിലുണ്ട്. രണ്ടിനും ഇഫ്കോയ്ക്കും ക്രിഫ്കോയ്ക്കും UP-യിലും അതുപോലെ ഗുജറാത്തിലും പ്രൊഡക്ഷൻ പ്ലാന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ശരി തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും ശരി തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ 4 ഫീച്ചറും കൂടെ പഠിക്കുവാണ്. അപ്പൊ ഓൾ ഓഫ് ദം ആർ കറക്റ്റ് എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. അവരുടെ ഫീച്ചർ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഫീച്ചറുകൾ മാത്രം പഠിച്ചു പോവുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ തന്ന ഫീച്ചറിൽ ഈ ഫീച്ചേഴ്സ് പറയുന്നില്ല എങ്കിൽ അവിടെ ഇത് എഴുതി വെച്ചേക്കണം. ഈ ഒരു ഫീച്ചർ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഓൾ ഓഫ് ദം ആർ കറക്റ്റ്, ഓൾ ഓഫ് ദം ആർ കറക്റ്റ് അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Consider the following statement related to National Dairy Development Board and National Agricultural Cooperative Marketing Federation of India Limited. Identify the statement that is wrong. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ആണ് പറഞ്ഞത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? NDDB-യും NAFED-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. നോക്കിയേ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഒന്ന്, the NDDB was initially registered as a society under the Societies Act 1860. ശരിയാണ്. NDDB സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടും പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. തുടക്കത്തിൽ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തത്. അത് ശരിയാണ്. രണ്ട്, now NDDB is a company registered under Companies Act and headquarters is at New Delhi.
ഇപ്പോൾ NDDB എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടും പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. ഇത് തെറ്റാണ്. കാര്യം എന്താ? ഇപ്പോൾ NDDB ഏതാണ്? NDDB ആക്ടും പ്രകാരമാണ്. NDDB ആക്ട് 1987 1987. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി അല്ല, ആനന്ദിലാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ആൻസർ. ആനന്ദാണ്. NDDBയുടെ ആസ്ഥാനം എവിടെയാണ്? ആനന്ദാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ആസ്ഥാനം. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം NDDB ഇപ്പോൾ കമ്പനീസ് ആക്ടും പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. അത് തെറ്റാ. അപ്പൊ അത് കറക്റ്റ് ഇതാണ്. NDDB ആക്ടും പ്രകാരമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 87 NDDB ആക്ടും പ്രകാരം. തുടക്കത്തിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരുന്നു തുടക്കം 1860. അതിനുശേഷം കമ്പനീസ് ആക്ടും രജിസ്റ്റർ ചെയ്തു. അതും ശരിയാണ്, പക്ഷെ ഇപ്പോഴല്ല. ഓക്കെ, ദെൻ അടുത്തത് NAFED is registered under the Multi-State Cooperative Societies Act. ഇത് ശരിയാണ്. NAFED have primary marketing processing societies among its members. ഇതും ശരിയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ NDDB സംബന്ധിക്കുന്നതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. NDDB കമ്പനീസ് ആക്ടും പ്രകാരമല്ല ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി അല്ല. അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നോക്കിക്കേ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക. ഓപ്ഷൻ ബി ആണ്. NDDB എന്ന് പറയുന്നത് ഇതൊരിക്കലും എന്തല്ല, ഇതൊരു കമ്പനീസ് ആക്ടും പ്രകാരം ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘമല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി സംഘമല്ല, ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി അല്ല, ഗുജറാത്തിലെ ആനന്ദാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Which are the major legislative measures initiated by the Indian government for introduction for cooperation? ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879. ശരിയാണ്, വർഷം ഉൾപ്പെടെ പഠിച്ചു പോകണം. 2, ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883. അതും ശരിയാണ്. 3, അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. ഇതും ശരിയാണ്. ഇതും ഇന്ത്യ ഗവൺമെന്റ് എടുത്താണ്. ഈ രണ്ടിനെ അറിയപ്പെടുന്ന പേരെന്താ? തക്കാവി ലോ എന്നാണ്. തക്കാവി ലോ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 4, ദ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852. ഇത് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയതാണോ? അല്ല, ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. ഇത് ദ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852. അപ്പം ഓപ്ഷൻ 4 തെറ്റാണ്. അപ്പം 1 and 2, 2 and 3, 1, 2 and 3 കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1ഉം 2ഉം 3ഉം ശരിയാണ്, പക്ഷേ നാലാമത്തത് തെറ്റാണ്. കാര്യം നാലാമത്തത് ദ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ ഇനാക്ട്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് തെറ്റ്, ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is one of the eligibility conditions to contest the election to the Committee of Regional Milk Producers Union? ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ഇലക്ഷന് മത്സരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്കോസിന്റെ യോഗ്യത പറയും. നമുക്കറിയാം RCMPന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ആരാ ഉള്ളത്? ആപ്കോസിന്റെ പ്രസിഡന്റുമാരാണ്. ഓക്കെ, ദെൻ ആ ഒരു ഇലക്ഷന് മത്സരിക്കാനുള്ള യോഗ്യത പറയുന്നത് ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ, ദ സൊസൈറ്റി വിച്ച് ദ ഡെലിഗേറ്റ് റെപ്രസെന്റ് ഷാൾ ബി പ്ലേസ്ഡ് ഇൻ ആൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A or B. ഇതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻ ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഏതൊരു സൊസൈറ്റി ആണോ ഡെലിഗേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്, സൊസൈറ്റി വിച്ച് ദ ഡെലിഗേറ്റ് റെപ്രസെന്റ്, അല്ലെങ്കിൽ ഏതൊരു സൊസൈറ്റി ആണോ ഡെലിഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ആപ്കോസിനെയാണോ ഡെലിഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ആപ്കോസിന്റെ ഡെലിഗേറ്റ് ഏതൊരു ആപ്കോസിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത്, അവരുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് AO BO ആയിരിക്കണം. എവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട്? RCMPന്റെ ഇലക്ഷൻ ടു ദ കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആപ്കോസിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് AO BO ആയിരിക്കണം. A or B ആയിരിക്കണം. ഇവിടെ മറ്റു ഓപ്ഷൻ നോക്കിയേ. A B C പറയുന്നുണ്ട്, A only പറയുന്നുണ്ട്, നൺ ഓഫ് ദീസ് പറയുന്നുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഈ ആപ്കോസിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കണം? AO അല്ലെങ്കിൽ BO ആയിരിക്കണം. അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. എവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്? ടു കണ്ടസ്റ്റ് ദ ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ.
അപ്പൊ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിൽ ആരാ ഉള്ളത്? ആപ്കോസിന്റെ പ്രസിഡന്റാ ഉള്ളത് കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയിലാണ് ആപ്കോസിന്റെ പ്രസിഡന്റ്. ഓക്കെ, ജനറൽ ബോഡിയിൽ ആപ്കോസിന്റെ ഡെലിഗേറ്റ് ആണ് കേട്ടോ. ജനറൽ ബോഡിയിൽ ആപ്കോസിന്റെ ഡെലിഗേറ്റ് ആണ്, മാനേജിംഗ് കമ്മിറ്റിയിൽ ആപ്കോസിന്റെ പ്രസിഡന്റുമാരായിരിക്കും. അത് ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is statement are accurate about DV file in PCRDB? DV file. ഓക്കെ, അപ്പൊ PCRDB DV ഫയലുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് അക്യുറേറ്റ്, കൃത്യം? സ്റ്റേറ്റ്മെന്റ് 1, ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഡോക്യുമെന്റ് വൗച്ചർ ഫയൽ. തെറ്റാണ്. ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഡോക്യുമെന്റ് വൗച്ചർ ഫയൽ. എന്താണ്? ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ആണ്. ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ. ഇതൊക്കെ ചെറിയ കാര്യമുള്ളൂ, നമ്മൾ വായിച്ച് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിയാണെന്ന് തോന്നും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തറവായിട്ട് വേണം വായിക്കാൻ, തറവായിട്ട് വായിക്കുക, നല്ല മനസ്സിരുത്തി വായിക്കണം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് വൗച്ചർ ഫയൽ അല്ല, എന്താണ്? ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ആണ്. അത് കറക്റ്റ് ആണ്, അങ്ങനെയാണ് തിരുത്തേണ്ടത്. അപ്പൊ ഇത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, it contains the application form of the member for availing the loan to start with and ending with the voucher on disbursement of the loan amount. ഇത് കറക്റ്റ് ആണ്. കാര്യം DV ഫയലിനകത്ത് ലോൺ അപേക്ഷ മുതൽ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വരെയുള്ള വൗച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, DV ഫയലിനകത്തുണ്ട്. അത് കറക്റ്റാ. സ്റ്റേറ്റ്മെന്റ് 3, DV ഫയൽ ഇൻക്ലൂഡ്സ് ദ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഓഫ് ദ ലോണി. ഇതില്ല ഇതിനകത്ത്. മെമ്പർഷിപ്പ് ഓഫ് ദ ലോണിയുടെ മെമ്പർഷിപ്പ് ഫോമോ മെമ്പർഷിപ്പുള്ള ആ ഫോം ഒന്നും DV ഫയലിനകത്ത് വരത്തില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ പറയുവാണ്, എന്താണ്? വാല്യുവേഷൻ ഓഫീസർ ദ കസ്റ്റോഡിയൻ ഓഫ് DV ഫയൽ. അത് കറക്റ്റാ. ആരാണ്? വാല്യുവേഷൻ ഓഫീസർ ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് DV ഫയൽ. DV ഫയലിന്റെ കസ്റ്റോഡിയൻ വാല്യുവേഷൻ ഓഫീസർ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ ഇവിടെ പറഞ്ഞ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഏതാണ്? ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഡോക്യുമെന്റ് വൗച്ചർ ഫയൽ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഓഫ് ദ ലോണി ഇതിനകത്തുണ്ട്, അതില്ല. പക്ഷെ ലോൺ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓർത്ത് വെച്ചേക്കണം. ലോൺ ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിനകത്ത്, അല്ലാതെ മെമ്പർഷിപ്പിനുള്ള ലോണിയുടെ ആപ്ലിക്കേഷനകത്തില്ല. അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് കറക്റ്റ്. നോക്കിക്കേ, ഓൺലി 2, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ കറക്റ്റ്. ഓൺലി 2, അതായത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ലോൺ ആപ്ലിക്കേഷൻ മുതൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൈപ്പറ്റുമ്പോൾ തരുന്ന വൗച്ചർ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. അപ്പം ഓൺലി 2 അതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, the government shall by notification the official gazette appoint a person to be the DCA. കറക്റ്റ് ആണ്. സെക്ഷൻ 63 പറയുന്ന പോയിന്റ് ആണ്. സെക്ഷൻ 63 പറയും ആരാ DCA അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. അത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആസ് പെർ സെക്ഷൻ 63(7) DCA ഷാൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS. ഇതും ശരിയാണ്. കാര്യം 63(7) പ്രകാരം DC ആരുടെ കീഴിലാണ്? രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ 1 month. വിത്തിൻ 1 month ഇമ്പോർട്ടന്റ് ആണ്. കാര്യം 1 month എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയായിരുന്നു 2023 മൂന്നാം ഭേദഗതി വരുന്നത് വരെ. ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കി കൊടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ അക്യുറസി സർട്ടിഫൈ ചെയ്ത് ഓഡിറ്റർക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 15 days ആണ്, 15 ദിവസമാണ്. ഇപ്പോൾ പുതിയ ഭേദഗതി അനുസരിച്ച് 1 month അല്ല, ഇപ്പോൾ എത്രയാണ്? 15 days ആണ്. അപ്പോൾ 1 month ആയിരുന്നു, അത് ശരിയായിരുന്നു, 1 month ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സർട്ടിഫൈ ചെയ്ത് ഓഡിറ്റർക്ക് കൊടുക്കേണ്ട സമയപരിധി എത്രയാണ്? 15 days ഉള്ളൂ, 15 ദിവസമേ ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, ഓപ്ഷൻ 1 ഓൺലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ശരി, അത് തെറ്റാണ്. ബോത്ത് 1 and 2, 1ഉം 2ഉം ആണ് ശരി. കാര്യം 1 കറക്റ്റ് ആണ്. എന്താണ്? DCA അപ്പോയിന്റ് ചെയ്ത ഗവൺമെന്റ് ആണ്. DC അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS ആണ്. അപ്പൊ 1 and 2 2 സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, തെറ്റാണ്. കാര്യം 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓപ്ഷൻ സി 3 ഓൺലി, 3 മാത്രമാണ് ശരി, അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ബോത്ത് ആർ റോങ്, രണ്ടും തെറ്റാണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം, അതായത് ഇത് മാത്രമാണ് ശരി, 1ഉം 2ഉം ആണ്. 1ഉം 2ഉം, അതായത് DCA അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ശരിയാണ്,
DC 63(7) പ്രകാരം ഗവൺമെന്റ് RCSന് കീഴിലാണ്, ശരിയാണ്. പക്ഷെ ഇവിടെ 1 month അല്ല, പകരം എത്രയാണ്? 15 days. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ 15 days ആണ് പുതിയ ഭേദഗതി അനുസരിച്ച്. ബാക്കി 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പൊ both 1 and 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ both 1 and 2 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The size of a cooperative firm is determined based on, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ സൈസ് നമുക്കറിയാമല്ലോ, ലാർജ് സൈസ്, സ്മോൾ സൈസ് ഉണ്ട്. സ്മോൾ സൈസ് ആണെങ്കിൽ ഒരു വില്ലേജ് ആയിരിക്കണം, ലാർജ് സൈസ് ആണെങ്കിൽ 300 മുതൽ 500 വരെ അംഗങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് നിശ്ചയിക്കുന്ന ഘടകം എന്താണ്? ഓപ്ഷൻ എ മെമ്പർഷിപ്പ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഓപ്ഷൻ സി ആക്റ്റീവ് മെമ്പേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, ഓപ്ഷൻ ഡി എക്കണോമിക് കൺസിഡറേഷൻ, മാനേജറിയൽ എഫിഷ്യൻസി ആൻഡ് കോപ്പറേറ്റീവ് ക്യാരക്ടർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് ഒരു കോപ്പറേറ്റീവ് ഫോം അതിന്റെ സൈസ് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരുടെ എക്കണോമിക് കൺസിഡറേഷൻ ആണ്, അവരുടെ മാനേജറിയൽ എഫിഷ്യൻസി, ദെൻ കോപ്പറേറ്റീവ് ക്യാരക്ടർ. ഇത് നഷ്ടപ്പെടാതെ, കോപ്പറേറ്റീവ് ക്യാരക്ടർ നഷ്ടപ്പെടാതെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ദെൻ അംഗങ്ങളുടെ സാമ്പത്തികമായ ഉന്നമനം അവർക്ക് പരിഗണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് സൈസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം? രൂപീകരിക്കാം. വലുതാണെങ്കിൽ വലുതാവാം, എത്ര വേണമെങ്കിലും വലുതാക്കാം. പക്ഷെ ഈ ഒരു ക്രൈറ്റീരിയ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കണം. എന്താണ്? എക്കണോമിക് കൺസിഡറേഷൻ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല, ദെൻ ഏബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് എഫിഷ്യൻസി, മാനേജൽ എഫിഷ്യൻസി, അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ക്യാരക്ടർ നഷ്ടപ്പെടാനും പാടില്ല. ഒരു എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി പോലെ ആവാനും പാടില്ല. അപ്പൊ ഈ ഒരു ഘടകങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ എന്ത് ചെയ്യാം? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എത്ര വലുതാണെങ്കിലും രൂപീകരിക്കാം. കാര്യം ഇപ്പൊ അമുൽ ചെയ്യുന്നില്ലേ, ഇഫ്കോ ചെയ്യുന്നില്ലേ, ഇത് തന്നെ അവർ ചെയ്യുന്ന കാര്യം. എക്കണോമിക് കൺസിഡറേഷൻ ഉണ്ട്, മെമ്പേഴ്സിന്റെ സാമ്പത്തികപരമായ പരിഗണന ഇവിടെ ഉണ്ട്, ദെൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജറിയൽ എഫിഷ്യൻസി ഉണ്ട്, അവിടെ കോപ്പറേറ്റീവ് ക്യാരക്ടർ നഷ്ടപ്പെട്ടിട്ടുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു 3 ക്യാരക്ടർ സാക്രിഫൈസ് ചെയ്യാതെ എത്ര വലിയ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ രൂപീകരിക്കാം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പൊ ഏതാണ്? എക്കണോമിക് കൺസിഡറേഷൻ, മാനേജറിയൽ എഫിഷ്യൻസി ആൻഡ് കോപ്പറേറ്റീവ് ക്യാരക്ടർ നഷ്ടപ്പെടാതെ എത്ര വലിയ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം? രൂപീകരിക്കാം എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒറ്റയാനെ കണ്ടെത്തുക. എന്താണ്? The system wherein the entire means of production and distribution of goods and services are vested in the private individuals. ശരിയാണ്. ക്യാപിറ്റലിസത്തിന്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്. All the means of productions are owned and controlled by private individuals ആണെങ്കിൽ ക്യാപിറ്റലിസം. അതൊക്കെ ഇപ്പോഴേ പഠിച്ചു വെച്ചേക്കണം. All the means of productions are owned and controlled by private individual ആണെങ്കിൽ ഏതാണ്? ക്യാപിറ്റലിസം ആണ്. അത് കറക്റ്റ് ആണ്. Then ക്യാപിറ്റലിസം എന്തിലേക്ക് നയിക്കും? ക്രിയേഷൻ ഓഫ് മോണോപ്പൊളീസ്. മോണോപ്പൊളി ആണ്, കുത്തക ക്രിയേറ്റ് ചെയ്യും, അതും ശരിയാണ്. Then freedom from state interference. കാര്യം ഗവൺമെന്റ് കൺട്രോൾ ഇല്ല, ഗവൺമെന്റ് ഉണ്ട്, കൺട്രോൾ എന്നാൽ ലിമിറ്റഡ് കൺട്രോൾ ആണ് ഇവിടെ ക്യാപിറ്റലിസത്തില്. Then built upon the theory of force or compulsion. ഇത് അവിടെ ഇല്ല, ഫോഴ്സോ കമ്പൽഷനോ ഒന്നുമില്ല, ഇതിന്റെ അടിസ്ഥാനത്തിലല്ല ക്യാപിറ്റലിസം വരുന്നത്. built upon the theory of force or compulsion. അപ്പം ഇതിലെ ഒറ്റയാൻ ഏതാണ്? built upon the theory of force or compulsion ആണ്. അപ്പൊ അതല്ല കേട്ടോ, ഫോഴ്സോ കമ്പൽഷന്റെ അടിസ്ഥാനത്തിലല്ല ക്യാപിറ്റലിസം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കുറച്ച് എന്താന്ന് നോക്കി, ആവിൻ മിൽക്ക് ബ്രാൻഡുകളാണ്. അതായത് പാലിന്റെ ഡിഫറെന്റ് ആയുള്ള ബ്രാൻഡുകളാണ് തന്നിരിക്കുന്നത്. അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ആവിൻ ഓപ്ഷൻ 1 ഏതാണ്? തമിഴ്നാടു ആണ് ആവിൻ. തമിഴ്നാടു കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ പ്രോഡക്റ്റ് ആണ് ഇത് ആവിൻ. വിജയ ആന്ധ്രാപ്രദേശിന്റെ ആണ്, ആന്ധ്രാപ്രദേശ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ആണ്. നന്ദിനി കർണാടക കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ പ്രോഡക്റ്റ് ആണ് നന്ദിനി. അമുൽ ഏതാണ്? ഗുജറാത്ത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ആണ്. ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. ഓപ്ഷൻ 1B, 2A, ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് കേട്ടോ. ഏത് ഓപ്ഷൻ? എ ആണ് ഓപ്ഷൻ 1B. ആവിൻ തമിഴ്നാടു, വിജയ ആന്ധ്രാപ്രദേശ്, നന്ദിനി കർണാടക, അമുല് ഗുജറാത്ത്. ഓക്കെ, ഇനി ഒരു വിജയക്ക് വരെ ഇവിടെ സുധയായിരുന്നെങ്കിലോ? സുധ അത് ബീഹാർ ആണ്. ബീഹാർ.
അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആവിൻ തമിഴ്നാടു, വിജയ ആന്ധ്രാപ്രദേശ്, നന്ദിനി കർണാടക, അമുല് ഗുജറാത്ത്, സുധ ബീഹാർ ഡയറിയുടെ ആണ് സുധ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബ്രാൻഡ് നെയിം ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? 1B, 2A, 3D and 4A. ഇതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആവിൻ തമിഴ്നാടു, വിജയ ആന്ധ്രാപ്രദേശ്, നന്ദിനി കർണാടക, അമുൽ ഏതാണ് ഗുജറാത്ത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ആണ്. അപ്പൊ ഇവരുടെ ബ്രാൻഡ് നെയിം ആണ് അല്ലെങ്കിൽ ട്രേഡ് നെയിം ആണ് ഈ പറഞ്ഞത് കേട്ടോ. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ മിൽക്ക് ഫെഡറേഷന്റെ ട്രേഡ് നെയിം ആണ് ഈ പറഞ്ഞത്. നമ്മുടെ ഏതാ? മിൽമ. ഓക്കെ, അത്രേ ഉള്ളത്. Then അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement or statement is are correct? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ശരി, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് ശരി? അഗ്രോ മിഷണറി യൂണിറ്റ് ഓഫ് റെയ്ഡ്കോ, അഗ്രോ മിഷണറി യൂണിറ്റ് റെയ്ഡ്കോയുടെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ആണ്. ഇവിടെ റെയ്ഡ്കോ വരേണ്ടതാണ് ഓപ്ഷനകത്ത് കേട്ടോ. അഗ്രോ മിഷണറി യൂണിറ്റ് ഓഫ് റെയ്ഡ്കോ എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്. അത് കറക്റ്റ് ആണ്. കാര്യം റെയ്ഡ്കോയുടെ അഗ്രോ മിഷണറി യൂണിറ്റ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബർ ഐലൻഡ് പോർട്ട് ബ്ലെയറിലാണ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്. 2, പീസ് പ്രോഗ്രസ് പ്രോസ്പെരിറ്റി ഈസ് ദ സ്ലോഗൻ ഓഫ് NCUI. അതും കറക്റ്റ് ആണ്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ സ്ലോഗൻ ആണ് ഇത് പീസ് പ്രോഗ്രസ് പ്രോസ്പെരിറ്റി. അത് കറക്റ്റ് ആണ്. അടുത്തത്, ന്യൂട്രിക്കോ ഈസ് ദ വെർജിൻ കോക്കനട്ട് ഓയിൽ ഓഫ് റെപ്കോ. റെപ്കോയുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ്, റെപ്കോയുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് ന്യൂട്രിക്കോ. അതും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. ഓക്കെ, അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി 1, 2 and 3 ആർ കറക്റ്റ്. ഇത് 3ഉം ശരിയാണ്. അപ്പം റെയ്ഡ്കോയുടെ അഗ്രോ മിഷണറി യൂണിറ്റ് എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ആണ്. പീസ് പ്രോഗ്രസ് പ്രോസ്പെരിറ്റി ആരുടെ സ്ലോഗൻ ആണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ സ്ലോഗൻ ആണ്. ന്യൂട്രിക്കോ എന്ന് പറയുന്നത് റെപ്കോയുടെ കോക്കനട്ട് പ്രോഡക്റ്റ് ആണ്, വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ്. ഓക്കെ, ദെൻ അത് 3 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ആ 3 സ്റ്റേറ്റ്മെന്റും ഇവരെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. ഓക്കെ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 25 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയത്. ബാക്കി നമ്മളൊരു ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സീരീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.